നമ്മളെ ബ്ലൂടൂത്ത് സ്പീക്കർ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച സാംകോണിൻ്റെ പാനൽ ബോർഡിൻ്റെ കൂടെ കിട്ടിയ റിമോട്ടിൻ്റെ അവസ്ഥ ഇത്. അപ്പോൾ ഇത് കാണാനൊക്കെ നല്ല ലുക്കുണ്ട്. അപ്പോൾ ഞാനിത് വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ ഉണ്ട്. പിന്നെ ബാറ്ററി പോകാതിരിക്കാൻ, ചാർജ് തീരാണ്ടിരിക്കാനുള്ള ഒരു ജാമറൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നുമല്ല, ഞാൻ വിചാരിച്ചാൽ അതിലുകൊണ്ടാണ് ഇത് വർക്കാവാൻ ഞാൻ വിചാരിച്ചത്. അപ്പോഴത്തേക്കാണ് ഇതിൻ്റെ സ്പ്രിങ് എല്ലാം കഴിഞ്ഞ് വന്നത്. ഈ ഒരു സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ബാറ്ററീൻ്റെ പ്ലസിനോ മൈനസിനോ പോയിട്ട് ടച്ച് ചെയ്യേണ്ടത്. അത് ഈ ഷോൾഡർ ഭാഗമെല്ലാം ഇളകിയിട്ടാണ് ഉണ്ടായത്. ബാക്കി നമ്മൾ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. കാരണം 350 റുപ്യേൻ്റെ പാനൽ ബോർഡിൻ്റെ കൂടെയെല്ലാം നല്ല റിമോട്ടെല്ലാം കൊടുക്കുന്നുണ്ട്. നല്ല തടിച്ച TV റിമോട്ട് പോലത്തെ എല്ലാം ചെറിയ റിമോട്ട് ടൈപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ 150 റുപ്യേൻ്റെ പാനൽ ബോർഡിൻ്റെ കൂടെ നമ്മളെ ഊമ്പിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇങ്ങനത്തെ ഓരോ റിമോട്ടുകൾ കൊടുക്കുന്നു. ഇത് കണ്ട, ഇപ്പം നിങ്ങളിതിപ്പോൾ ഒട്ടിച്ചാൽ തന്നെ ഇതിൻ്റെ സൈഡ് നല്ല ഇളകും. സൈഡ് നല്ല ഇളകിയിട്ട് ഇതെങ്ങനെ ആയാലും കയ്യിൽ വരും. അപ്പോൾ ഇത് സോൾഡർ ചെയ്ത് വെക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനത്തെ റിമോട്ടുകളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ നോക്കിയിട്ട് മാറ്റി വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം.